താരകം പാടും ഗീതകം വാനിൽ താരകം പാടും ഗീതകം പുതിയ പുലരിയായിതാ ഒരു പുതിയ ജനതയായിതാ പുതിയ പുലരിയായിതാ ഒരു പുതിയ ജനതയായിതാ ആ രാജകുമാരൻ പിറന്നു ഭൂവിൽ താരക കണ്ണുകൾ ചിന്നി ദൂരതാരകം മിന്നി ദൂതരോടൊത്തു പാടി പുല്ലുമേഞ്ഞൽ കൂട്ടിൽ പൈതലായി ഉണ്ണി വന്നു മേരി ക്രിസ്മസ് പാടി വീടു തോറും കരുൾപ്പാട്ടിനായി അണയുന്നു. ും രാവിൽ കുളിർ പൂന്തന്നൽ വീശി നിൽക്കും രാവിൽ വാനിൽ താരകം കൺചിമ്മും രാവിൽ വാനിൽ പൂനില ഒഴുകുന്ന രാവിൽ ഓ ദേവപുത്രൻ യേശു ഓ സമാധാന പ്രഭു ഓ ബേത്ലഹേമിൽ ജാതനായിതാ ബേത്ലഹേമിൽ നിധി സൂര്യനുദിച്ചൊരു നേരം പാപക്കൂരിരുളാകവെ നീങ്ങി നവചൈതന്യം വന്നണഞ്ഞു ഭൂമിയിൽ അതിരാവിലെ ബേത്ലഹേമിൽ നിധി സൂര്യനുദിച്ചൊരു നേരം പാപക്കൂരിരുളാകവെ നീങ്ങി നവചൈതന്യം വന്നണഞ്ഞു ഭൂമിയിൽ ഓ ദേവപുത്രൻ യേശു ഓ സമാധാന പ്രഭു ഓ ബേത്ലഹേമിൽ ജാതനായിതാ ദൂതസംഗമന്നാരാവിൽ പാടി ദിവ്യശാന്തിയും ഗീതികൾ പാടി അജപാലകരാഗാനം കേട്ടു ആടിപ്പാടിയുല്ലസിച്ചു നിന്നു ദൂതസംഗമന്നാരാവിൽ പാടി ദിവ്യശാന്തിയും ഗീതികൾ പാടി അജപാലകരാഗാനം കേട്ടു ആടിപ്പാടിയുല്ലസിച്ചു നിന്നു ഓ ദേവപുത്രൻ യേശു ഓ സമാധാന പ്രഭു ഓ ബേത്ലഹേമിൽ ജാതനായിതാ ദൂരെ നിന്നും വന്നു രാജശ്രേഷ്ഠർ മുഴും പൊന്നും കുന്തിരിക്കവുമായി ദൈവപുത്രനു കാഴ്ചകൾ നൽകാൻ രാജരാജനെ കണ്ടു വണങ്ങാൻ ദൂരെ നിന്നും വന്നു രാജശ്രേഷ്ഠർ മുഴും പൊന്നും കുന്തിരിക്കവുമായി ദൈവപുത്രനു കാഴ്ചകൾ നൽകാൻ രാജരാജനെ കണ്ടു വണങ്ങാൻ ഓ ദേവപുത്രൻ യേശു ഓ സമാധാന പ്രഭു ഓ ബേത്ലഹേമിൽ ജാതനായിതാ പൂമഴ പെയ്തിറങ്ങും രാവിൽ കുളിർ പൂന്തന്നൽ വീശി നിൽക്കും രാവിൽ വാനിൽ താരകം കൺചിമ്മും രാവിൽ വാനിൽ പൂനില ഒഴുകുന്ന രാവിൽ ഓ ദേവപുത്രൻ യേശു ഓ സമാധാന പ്രഭു ഓ
താരകം പാടും ഗീതകം വാനിൽ താരകം പാടും ഗീതകം ആദ്യം കേൾക്കുവാൻ ഭാഗ്യം ചെയ്തവർ ആദ്യം കേൾക്കുവാൻ ഭാഗ്യം ചെയ്തവർ ഇരയന്മാർ ഇരവെല്ലാം പകലായി മാറ്റിയോ ഉണ്ണിക്ക് ഇടമായി ഇടനെഞ്ചേരിയോ രക്ഷകനാ പൈതലിനെ സാഷ്ടാംഗം പ്രണമിച്ചു രക്ഷകനാ പൈതലിനെ സാഷ്ടാംഗം പ്രണമിച്ചു താരകം പാടും ഗീതകം ആദ്യം കേൾക്കുവാൻ ഭാഗ്യം ചെയ്തവർ കന്യാതലയന്റെ കരളേകും കാരുണ്യം ൂരിരുളിൽ പുൽക്കൂട്ടിൽ പൊന്നോദയമായി കന്യാതലയന്റെ കരളേകും കാരുണ്യം ൂരിരുളിൽ പുൽക്കൂട്ടിൽ പൊന്നോദയമായി കിന്നരവും തമ്പുരവും വീട്ടിൽ വാഴ്ത്തിടാം സുന്ദരനാം ഉണ്ണിയുടെ പാദം മുത്തിടാം ഉണ്ണി പിറന്നു മണ്ണിലുണ്ണി പിറന്നു കണ്ണു തുറന്നൊന്നു കാണുവിൻ ഉണ്ണി പിറന്നു മണ്ണിലുണ്ണി പിറന്നു കണ്ണു തുറന്നൊന്നു കാണുവിൻ വാനിൽ താരകം പാടും ഗീതകം ആദ്യം കേൾക്കുവാൻ ഭാഗ്യം ചെയ്തവർ മഴയാൻ വരപ്പോരിൽ വരമായി ഇന്നാദാമിൻ പിഴയെ കഴുകിയകറ്റുന്നു വാഗ്ദാനം മഴയാൻ വരപ്പോരിൽ വരമായി ഇന്നാദാമിൻ പിഴയെ കഴുകിയകറ്റുന്നു മറിയത്തിൻ മകനായി ഈശോ വന്നിതാ വചനത്തിൻ ഒരുവന്ന ഉണ്ണി പിറന്നു മഞ്ഞിലുണ്ണി പിറന്നു കണ്ണു തുറന്നു കാണുവിൻ ഉണ്ണി പിറന്നു മഞ്ഞിലുണ്ണി പിറന്നു കണ്ണു തുറന്നു കാണുവിൻ വാനിൽ താരകം പാടും ഗീതകം വാനിൽ താരകം പാടും ഗീതകം ആദ്യം കേൾക്കുവാൻ ഭാഗ്യം ചെയ്തവർ ആദ്യം കേൾക്കുവാൻ ഭാഗ്യം ചെയ്തവർ ഇരയന്മാർ ഇരവെല്ലാം പകലായി മാറ്റിയോ ഉണ്ണിക്ക് ഇടമായി ഇടനെഞ്ചേരിയോ രക്ഷകനാ പൈതലിനെ സാഷ്ടാംഗം പ്രണമിച്ചു രക്ഷകനാ പ്രണമിച്ചു താരകം പാടും ഗീതകം ആദ്യം കേൾക്കുവാൻ ഭാഗ്യം ചെയ്തവർ
അർത്ഥശൂന്യമായിടും. ക്രിസ്തുമാർഗവിദ്ധരയിൽ കർത്തനിഷ്ടമാകണം. ക്രിസ്തനന്യ ക്രിസ്തുമസ്സിനർത്ഥശൂന്യമായിടും. ക്രിസ്തുമാർഗവിദ്ധരയിൽ കർത്തനിഷ്ടമാകണം. ക്രിസ്തുഭാവം ഇന്നു തന്നെ ഹൃത്തിലും പിറക്കണം. ക്രിസ്തു തന്നെ ജീവിതത്തിനാത്മനാഥനാകണം. ക്രിസ്തുഭാവം ഇന്നു തന്നെ ഹൃത്തിലും പിറക്കണം. ക്രിസ്തു തന്നെ ജീവിതത്തിനാത്മനാഥനാകണം. ഗരിക സഗരി സനിരി സ സനിരി സനി പഗരി പഗ ധരണിയിലൊരു പുലരി വിടരും അരുണനുദയ നേരമായി. കരുണ നിറയും അലിവു പൊഴിയും അമൃതഹൃദയദായകൻ. പുതിയ പുലരിയായി ഇതാ ഒരു പുതിയ ജനതയായി നാം. പുതിയ പുലരിയായി ഇതാ ഒരു പുതിയ ജനതയായി നാം. ധരണിയാകെ ആനന്ദത്തിനലകളായി നിറയണം. ധരണിയാകെ ആനന്ദത്തിനലകളായി നിറയണം.
രാജകുമാരൻ പിറന്നു ഭൂമിൽ താരകൾ കണ്ണുകൾ ചിന്നി
അക്ഷയനും തേജോമയനുമായ സൃഷ്ടാവ് അവിടുത്തെ സൃഷ്ടിയായ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ സ്വരൂപവും തേജസ്സും തിരികെ നൽകുവാനായി തേജോമയനായ ക്രിസ്തുവിനെ തേജസ്സിൻ്റെ സുവിശേഷമായി ഈ ഭൂമിയിലേക്ക് അയച്ചു. ഇതൊരു യാദർച്ഛിക സംഭവമല്ല, പ്രവചനങ്ങളുടെ നിവർത്തീകരണമായിട്ടാണ് ക്രിസ്തുവിൻ്റെ ജനനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ അറിയുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായ സംഗതിയാണ്. ലോക ചരിത്രത്തെ തന്നെ BC എന്നും AD എന്നും വേർതിരിച്ചുകൊണ്ട് ചരിത്രത്തിലെ ഒരു സത്യമായി യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് പ്രവേശിച്ചു എന്നാണ് നാം എബ്രായർക്ക് ലേഖനത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ദൈവവചനത്തിൽ നൽകിയിട്ടില്ല. എങ്കിലും ലോകവ്യാപകമായി ഡിസംബർ 25 ക്രിസ്തുവിൻ്റെ ജന്മദിനമായി ആഘോഷിച്ചു വരുന്നു. ഈ സന്ദർഭത്തിൽ ആത്മാവായ ദൈവം മനുഷ്യ സാദൃശ്യത്തിലായി മനുഷ്യൻ്റെ ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും നൽകുവാനായി സുവിശേഷമായി ഈ ലോകത്തിലേക്ക് വന്നു. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ദൂതന്മാരാണ് ആദ്യമായി ആട്ടിടയന്മാരോട് സന്ദേശം അറിയിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അതേ, കർത്താവായ ക്രിസ്തു ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേമിൽ ജനിക്കും എന്നുള്ള ആ സത്യം ക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് മീഖ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മീഖ 5:2 ഇപ്രകാരം കാണുന്നു: ബെത്ലഹേമിലാണ് ക്രിസ്തു ജനിക്കുന്നതെന്ന്. മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് യെശയ്യാ പ്രവചനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഈ ഭാഗം പകർത്തി എഴുതുന്ന ശിമിയോൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഭാഗം വന്നപ്പോൾ അത് പകർത്തി എഴുതുവാനായി വിസമ്മതിച്ചു. എന്നാൽ കർത്താവ് ശിമിയോനോട് പറഞ്ഞു: നീ കർത്താവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള ഭാഗങ്ങളിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഷിമോൻ അതേ ദേവാലയത്തിൽ ആത്മപ്രേരിതനായി ചെല്ലുമ്പോൾ അവിടെ ഉണ്ണി യേശുവിനെ അവിടെ കാണുകയാണ്. അനേക കുഞ്ഞുങ്ങളെ അവിടെ മാതാപിതാക്കൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ യോസഫിൻ്റെയും മറിയുടെയും കൈവശമുണ്ടായിരുന്ന ഈ കുഞ്ഞിനെ ശിമിയോൻ കയ്യിലെടുത്ത് പറഞ്ഞുകൊണ്ട് ഇപ്രകാരം ദൈവത്തെ മഹത്വപ്പെടുത്തി: ഇപ്പോൾ നാഥ, തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ പറഞ്ഞയക്കുന്നു. നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവും ജാതികൾക്ക് വെളിപ്പെടുവാൻ ഒരുക്കിയിരിക്കുന്ന നിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ ജനനം ഒരു വിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. എന്താണ് ആ മഹാസന്തോഷം? അതേ, മനുഷ്യൻ പാപത്താൽ ശിക്ഷിക്കപ്പെട്ടവനാണ്. പാപത്താൽ ശിക്ഷ അനുഭവിച്ചത് ആത്മീകമാണ്. അതേ, തിരുവചനം പറയുന്നു: പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ എന്നാണ്. അപ്പോൾ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തെക്കുറിച്ച് പലരും ഗൗരവമായി കാണുന്നില്ല. കാരണം ശരീരത്തിൽ മരണം അനുഭവിക്കാത്തതുകൊണ്ടാണ്. എന്നാൽ ആത്മാവിൽ ജീവൻ നൽകുവാനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. അതേ, മനുഷ്യൻ്റെ അടുക്കിലേക്ക് ദൈവം കടന്നു വന്നു. പക്ഷേ മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനായി യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കേണ്ടി വന്നു. അവിടെയാണ് ഈ ക്രിസ്മസിൻ്റെ സന്തോഷം പൂർണ്ണമായി തീരുന്നത്. യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരി ക്രൂശിൽ മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കുന്ന ഒരു വ്യക്തി പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്നും രക്ഷ പ്രാപിച്ച് നിത്യജീവൻ ലഭിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷകൻ തൻ്റെ സുവിശേഷം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്: യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്നും അതേ അവനിൽ വിശ്വസിച്ച് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. യേശുവിൻ്റെ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയിൽ യേശുവിനെ ക്രിസ്തു എന്ന് പലരും അംഗീകരിച്ചിരുന്നില്ല. അതെ, യേശുവിനെ എല്ലാവരും വിശ്വസിച്ചു. അന്നത്തെ യഹൂദ മതസമൂഹവും യേശു ക്രിസ്തുവാണെന്ന അവകാശവാദമാണ് യേശുവിനെ ക്രൂശിക്കുവാനായി തീരുമാനിച്ചത്. എന്നാൽ യേശു ക്രിസ്തുവാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവം മനുഷ്യനായി വന്നവനാണ്. അതുകൊണ്ടാണ് ക്രിസ്മസ് ഇത്രയും വലിയൊരു
മഹാസന്തോഷത്തിൻ്റെ അനുഭവമായി തീർന്നിരിക്കുന്നത്. ഈ അനുഭവം പ്രാപിക്കാത്ത നിങ്ങൾക്ക് ഈ ക്രിസ്മസ് ഈ അനുഭവത്തിലേക്ക് നയിക്കേണ്ടതിന് സഹായമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.